അവിചാരിതമായിരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സൈന്യത്തിലെ പുതിയൊരു അംഗത്തിന്റെ പേര് പ്രഖ്യാപിച്ചത്. സാധാരണ രീതിയിൽ പുതിയ താരങ്ങളെ സൈൻ ചെയ്യുമ്പോൾ വലിയ ബിൽഡപ്പ് നടത്താറുള്ള ബ്ലാസ്റ്റേഴ്സ് വളരെ രഹസ്യമായാണ് ആ സൈനിങ് പ്രഖ്യാപനം നടത്തിയത്. ദേശാതിർത്തികൾക്കപ്പുറത്തു നിന്ന് കൊമ്പനാന പുറത്തേറി കേരളക്കരയിൽ അവൻ വന്നിറങ്ങി. മധ്യനിരയിൽ നിന്നും കൊടുങ്കാറ്റ് വീശുന്ന ഒരു കലാപകാരിയാണ് മതയാന കൂട്ടത്തിൽ നിന്നും ഇടഞ്ഞു വരുന്നതെന്ന് ഒരുപക്ഷെ എതിരാളികൾ അന്ന് നനച്ചിരിക്കില്ല. അവന്റെ പേര് അഡ്രിയാൻ നിക്കോളസ് ലൂണ റച്ചാമാർ എന്ന അഡ്രിയാൻ ലൂണ. ISL 9ാം സീസണിലെ ആദ്യ ഗോളിനായുള്ള കാത്തിരിപ്പ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടത്തിന്റെ 72ാം മിനിറ്റ്. ഹർമൻജോത് ഖബ്രയുടെ ഓവർഹെഡ് പാസിൽ നിന്ന് മഞ്ഞപ്പഴയുടെ വിശ്വസ്തനായ അഡ്രിയാൻ ലൂണ ഈസ്റ്റ് ബംഗാൾ വല കുലുക്കിയപ്പോൾ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ആഹ്ലാദാരവങ്ങളുടെ പരകോടിയിലേറി. എന്നാൽ ആദ്യ ഗോൾ കുറിച്ച ആരാധകരുടെ പ്രിയപ്പെട്ട ലൂണയുടെ മുഖത്ത് സഹിക്കാനാകാത്ത വേദന വന്നു നിറഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ അയാളിലേക്ക് പതിച്ചു. കയ്യിൽ പച്ച കുത്തിയിട്ടുള്ള മകൾ ജൂലിയറ്റയുടെ ചിത്രത്തിന് നേരെ വിരൽ ചൂണ്ടി ഒരു കൊച്ചുകുട്ടിയെ പോലെ ലൂണ പൊട്ടി പൊട്ടി കരഞ്ഞു. സീസണിലെ ആദ്യ ഗോൾ ലൂണ സമർപ്പിച്ചത് മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച 6 വയസ്സുകാരി മകൾ ജൂലിയറ്റയ്ക്കായിരുന്നു. ലൂണയുടെ കണ്ണീർ ഏറ്റുവാങ്ങിയത് കലൂരിലെ ആ കളി മൈതാനമായിരുന്നില്ല, ആരാധക ഹൃദയങ്ങളായിരുന്നു. യൂറോപ്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ലൂണ ഓസ്ട്രേലിയയിലെ എ ലീഗിൽ കളിക്കുന്ന മെൽബൺ സിറ്റിയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പനാന കൂട്ടത്തിലേക്ക് എത്തുന്നത്. അത്ലറ്റിക്കോ, പ്രോഗ്രസോ, മൊണ്ടെവിഡിയോ വാൻഡറേഴ്സ്, ഡിഫൻസർ സ്പോർട്ടിംഗ് എന്നീ യൂറോപ്യൻ ക്ലബ്ബുകളുടെ യൂത്ത് ടീമുകളുടെ പിച്ചവെച്ച ലൂണ ഡിഫൻസർ സ്പോർട്ടിംഗിലൂടെ പ്രൊഫഷണൽ ഫുട്ബോളറായി പരിണമിക്കപ്പെട്ടു. അവിടെ 38 മത്സരങ്ങൾ കളിച്ച് 4 ഗോളുകൾ നേടിയ താരം സ്പാനിഷ് ക്ലബ്ബ് എസ്പാനോളിലേക്ക് കൂടുമാറി. എസ്പാനോളിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ പക്ഷേ ലൂണയ്ക്ക് കഴിഞ്ഞില്ല. ലൂണയെ ക്ലബ്ബ് വിവിധ ക്ലബ്ബുകളിലേക്ക് വായ്പ നൽകി. 2013 ഡിഫൻസറിലേക്ക് മടങ്ങിയെത്തിയ ലൂണ 2 സീസണുകളിൽ നിന്നായി 51 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞു. 2019 ജൂലൈയിലാണ് താരം മെൽബൺ സിറ്റിയുമായി കരാറിലെത്തുന്നത്. 49 മത്സരങ്ങളിൽ താരം ക്ലബിനായി ബൂട്ടണിഞ്ഞു. 8 ഗോളുകളാണ് ലൂണ മെൽബൺ സിറ്റിക്ക് വേണ്ടി സ്കോർ ചെയ്തത്. ഉറുഗ്വേ ദേശീയ ടീമിന്റെ ഏജ് ഗ്രൂപ്പുകളിൽ കളിച്ചിട്ടുള്ള താരം ഉറുഗ്വേ അണ്ടർ-17, അണ്ടർ-20 ടീമുകൾക്കായി 19 മത്സരങ്ങൾ കളിച്ചു. അണ്ടർ-17, അണ്ടർ-20 ലോകകപ്പുകളിലും താരം കളത്തിലിറങ്ങി. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിലും വിങ്ങറായി കളിക്കാനും ലൂണയ്ക്ക് കഴിയും. ബൃഹത്തായ കളി പരിചയമുള്ള ലൂണ പന്തടക്കത്തിൽ ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്ന മാന്ത്രികനാണ്. ടീമിന്റെ പ്ലേ മേക്കറായി ലൂണ എന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ മാറ്റിയെടുക്കുന്നത് കൊമ്പന്മാരുടെ ആശാൻ ഇവാനാണ്. ഇവാന്റെ അനുസരണയുള്ള കുട്ടിയായി എതിരാളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ലൂണ ചുക്കാൻ പിടിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ച സ്ഫോടനങ്ങളിലേക്കെല്ലാം ചെന്നുയരുമ്പോൾ ഹെലി എക്സ്പ്ലോസീവായി ലൂണ മാറും. മെസ്സി ഫാനായ ലൂണയെ മലയാളികൾ മുണ്ടുടിപ്പിച്ച് എന്നോ ദത്തെടുത്ത് കഴിഞ്ഞതാണ്.